ഹായ് ക്വീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓൺലൈൻ ഗെയിംസ് എന്ന് പറയുമ്പോൾ മോഡ് വെർഷനും ഇങ്ങനത്തെ സംഭവം കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഓൺലൈൻ ഗെയിംസ് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ കുറേ അന്വേഷിച്ച് പോയി അവസാനം ഓൺലൈൻ ഗെയിംസ് ഒന്നും അധികം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി അവസാനം ഇപ്പോൾ ഒരു ഓൺലൈൻ ഗെയിം എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ദിവസം വീഡിയോ കുറേ നാളായി ചെയ്യാത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളോട് പറയേണ്ട കാര്യം ഇല്ല, പക്ഷെ നിങ്ങൾക്ക് അത് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ആരെയും ആൾക്കാണ്ടിരിക്കൂല. അപ്പം ഈ ഗെയിം ഓൺലൈനിൽ കളിക്കുന്നതാണ്. ഇതിൻ്റെ മോഡ് വെർഷനാണ് കയ്യിലുള്ളത്. ഇത് ഞാൻ ഇടയിലോ പോയി തപ്പി ഡൗൺലോഡ് ആക്കി കഴിഞ്ഞ് ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞ സമയത്താണ് മനസ്സിലായത് ഏതോ ഒരുത്തരാക്കിയ ഗെയിം ഏതോ ഒരു യൂട്യൂബർ അവൻ്റെ പേര് കൂട്ടിട്ട് അതിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ പേരിൽ നിങ്ങൾക്ക് കാണും തുടങ്ങുമ്പോൾ. പിന്നെ ഈ ഗെയിം നമുക്ക് അൺലിമിറ്റഡ് കോയിൻ ഒരു കാര്യമില്ല. അൺലിമിറ്റഡ് കോയിൻ അതിൽ കാര്യമില്ല. കാരണം അൺലിമിറ്റഡ് സ്കിന്ന്, അൺലിമിറ്റഡ് പവർ, കാര്യങ്ങളെല്ലാം അൺലിമിറ്റഡ് ആണ്. പിന്നെ ഇതിന് ഈ കോയിൻ കൊണ്ട് ഒരു കാര്യമില്ല, ഒന്നും പർച്ചേസ് ചെയ്യാനില്ല അതിൽ. അപ്പം അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ അതിൽ മോഡ് മെനു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമുക്ക് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീഡിലോടാൻ പറ്റും. സ്പീഡിലോടാൻ ഒരു ടൈം ജമ്പ് ചെയ്താൽ വീണ്ടും ജമ്പ് ചെയ്താൽ ഇങ്ങനെ ഹൈറ്റ് പോയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ സംഭവമെല്ലാം ഉണ്ട്. അപ്പോൾ അടിപൊളി ഗെയിമാണ്. കളിച്ച് നോക്കണം. ഞാൻ കുറച്ച് കളിച്ച് നോക്കി. അപ്പോൾ ഈ വീഡിയോ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം. അവിടെയെല്ലാം പോയിട്ട് പെരുതിയിട്ട് സാധനം ഡൗൺലോഡ് ആക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൽ കിടക്കാം. ഈ മുകളിൽ കാണുന്നത് ഗെയിമിൻ്റെ ചിത്രം കുറച്ച് പറയാമെന്ന്, അത് കാര്യമാക്കണ്ട. ഉള്ളിൽ സെയിം ആണ് സാധനം. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ വരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ഞാൻ കളിച്ചുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനൊന്നും കിട്ടൂല. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ കൈമേൽ പൈസയും കാര്യങ്ങളൊന്നും കാണൂല, കോയിൻസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സൈഡിലൊരു സാധനമുണ്ട്. ആ ബോക്സ് ഞെക്കുമ്പോൾ സമയത്ത് ഇത് മോഡ് മെനു. ഇതിൽ നമുക്ക് എന്താണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം അങ്ങ് ഓണാക്കി കൊടുക്കുക. പൈസ, സ്കിന്ന്, ലെവല് എല്ലാം ഓണാക്കി കൊടുക്കുക. ഇത് ജമ്പിൻ്റെ സ്പീഡിൻ്റെ സാധനമാണ്, അത് ഓണാക്കി കൊടുക്കുക. എന്നിട്ടും കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൽ വേറെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലോസ് ആക്കുന്ന സമയത്തെല്ലാം തിരിച്ചു വരും. ഇപ്പോൾ ഞാൻ വേറെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ആക്കി കണ്ട അൺലിമിറ്റഡ് മണി, അൺലിമിറ്റഡ് ജെംസ്, അങ്ങനെ കാര്യങ്ങളെല്ലാം വന്നു. ഇത് കണ്ട ഈ ഡ്രസ്സെല്ലാം ഞാനിപ്പോൾ ഒരു കളിയെ കളിച്ചിട്ട് അപ്പോഴത്തേക്ക് എനിക്ക് ഈ ഡ്രസ്സെല്ലാം കിട്ടി. അത് നമുക്ക് സ്കിന്ന് കാര്യങ്ങളൊക്കെ. ഇത് കളറ്, ഇത് നമുക്ക് ഇത് ഇമോട്ട് മറ്റേ ഇതെല്ലാം വെക്കുന്നത്. ഇത് ഡാൻസ്, എങ്ങനത്തെ ഡാൻസ് എല്ലാം കളിക്കേണ്ടത്. അതൊരിക്കൽ ഞെക്കിയിട്ട് രണ്ടാമത് അവിടെ യൂസ് എന്ന് കാണിക്കും അതിൻ്റെ അടിയിൽ. അതൊന്നും കൂടി ഞെക്കിയാൽ മാത്രമേ സെലക്ട് ആവും, അല്ലെങ്കിൽ ഒറ്റ ക്ലിക്കിന് സെലക്ട് ആവില്ല അത്. പിന്നെ ഇത് ഓടുമ്പം ബാക്കിൽ എന്തെന്നാണ് വീകേണ്ടത്, ഫുട്ബോളാണോ ട്രോഫിയാണോ, അങ്ങനെ ഓടുന്ന സമയത്ത് ബാക്കിലൊരു രസത്തിന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു ഫുട്ബോൾ സെലക്ട് ചെയ്തു. അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറേ സാധനമുണ്ട്. റയർ, എപ്പിക്ക്, ലെജൻഡറി, മിത്തിക്ക്. അപ്പം ഇതിൽ ഞാനിപ്പം ലെജൻഡറി, ഇപ്പം മിത്തിക്കിൽ ഒരു മറ്റേ ഡ്രാഗൺ എടുത്തു. അപ്പം നിങ്ങൾക്ക് ഏത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ഇത് കണക്കെ വരും. എന്നിട്ട് നമുക്കിത് കളിക്കാൻ പോവാം. അപ്പോൾ ഇങ്ങനെ ഇതിപ്പം ജെംസിൻ്റെ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് കിട്ടിയല്ലോ. ഒരു ഗെയിം തുടങ്ങാം. അപ്പം നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, കാരണം ഗെയിമിലേക്ക് കയറണ്ടേ. അപ്പം ആളായി കഴിയുന്ന സമയത്തേക്ക് നമ്മൾ ഗെയിമിലേക്ക് കയറും. ഞാൻ ഫസ്റ്റ് ഗെയിം കാണിച്ചിട്ട്, കാരണം ഞാനിപ്പം ജമ്പിൻ്റെതും സ്പീഡിൽ ഓടേണ്ട സാധനവും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കണ്ടേ. അപ്പം ഗെയിമിലെല്ലാം കാണിക്കുന്ന പോലെ ഒരു മാപ്പ് കാണിച്ചാലും കളി തുടങ്ങും. അപ്പം ബാക്കി ലെവലെല്ലാം പോട്ടെ. ഞാൻ കുറച്ച് പേരിൽ അവിടെ കണ്ട ഞാൻ ഓടുമ്പോഴത്തേക്ക് നോക്കി അടുത്തിന്ന് നമ്മ മാത്രമല്ല, ഇതിൽ മോഡ് ആക്കിയിട്ട് വരുന്നവർ വേറെയും ഉണ്ടാവും. അത് എനിക്കൊരു കളിയിൽ എങ്ങനെ കാണുന്നുണ്ടോ എന്നങ്ങനെ ഒരാളാണ്. അത് ഞാൻ പിന്നെ കാണിച്ചിട്ട്, ഞാനിപ്പോൾ ഫുള്ള് ജമ്പ് ഞെക്കിയിട്ടാണ് പറക്കുന്നത്. കണ്ട നമ്മൾ ചെയ്യുന്നത് ഈ തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി കളിക്കുന്നവരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണല്ലോ ഈ ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണും ബാക്കിയുള്ളവർ എങ്ങനെയാണ് ഓടിയിട്ട് വരുന്നത്. അവർ കിടന്ന് കളി നോക്കാം. നമുക്ക് ഇവിടെ ജയിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ടൈമിൽ ആരും എത്തൂല ജയിക്കാൻ. നോർമലി കളിക്കുന്നവർ ഈ സമയത്ത് എത്തൂല, ജയിക്കേണ്ട ഇടത്തേക്ക് എത്തൂല. അപ്പം നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഈ കളി നോക്കാം. കളി നോക്കാം. ആരും എത്തിയിട്ടില്ലെങ്കിൽ കറക്റ്റ് സമയം കഴിയുന്ന സമയത്ത് ഈ ഗെയിം തോക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എത്തിയിട്ടില്ലെങ്കിൽ എല്ലാവരും എലിമിനേറ്റ് ആയിട്ട് തോറ്റു പോകും. ഇപ്പം ഞാൻ എന്തായാലും ഒന്ന് സ്കിപ്പ് അടിച്ചിന് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിലിപ്പം 16 ആൾ കിട്ടേണ്ട 9 ആളെ ജയിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അത് കയറാൻ പറ്റിയിട്ട. അപ്പം ബാക്കിയുള്ളവർ വെച്ചിട്ടാണ് ഇനി അടുത്ത മാച്ച് എന്ന് പറയുമ്പം ഇവിടുന്ന് കിട്ടുന്ന അതേപോലെ ഉണ്ടാവും നമ്മളെ കളിയെല്ലാം. ഇപ്പം അത്ര ആളെ ജയിച്ചിട്ട്, കാരണം അവിടെ കുറച്ച് ഹാർഡാണ് ജയിക്കാൻ. ഞാൻ പിന്നെ ജമ്പ് പറന്നിട്ട് വന്നിട്ട് ജയിച്ചല്ലേ. അപ്പം ഇത്
ഇത് കുറച്ച് ഒരു ഹാർഡൊക്കെ തന്നെയാണ്. ഞാനിപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ പോകും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തുള്ളിയിട്ട് പോകാൻ പറ്റും. കാരണം എനിക്ക് സ്പീഡായതുകൊണ്ട് നോർമൽ ഓട്ടം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒറ്റ ജമ്പിൽ അങ്ങ് പോയി കണ്ട സ്പീഡ് പോകുന്നത്. അതാണ് എനിക്ക് നോർമലി ഇപ്പം ഞാനിപ്പം നീന്തുന്നില്ല. കാരണം ഇങ്ങനെ വെറുതെ അനക്കാണ്ട് വെച്ചിട്ട് നമ്മൾ സമയത്ത് ഇങ്ങനെ പോവായിരുന്നു. മുമ്പോട്ടിൽ ആരോ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും സ്പീഡിൽ പോകും. ഇപ്പം ജമ്പ് നോക്കിയിട്ടാണ് ഇതിൻ്റെ മേലെ കൂടെ പോകുന്നത്. അങ്ങനെ ജമ്പ് നോക്കിയിട്ടാകുമ്പോൾ കുറച്ച് എയറിൽ പറക്കുമല്ല. പറക്കുന്ന സമയത്ത് നമുക്കത് കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു. ശരിക്കും നമ്മൾ ഒരു മോശപരമായ പരിപാടിയാണ് ചെയ്യുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കുന്നവരെ നമ്മൾ ചീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതിനൊക്കെ പോകാൻ ഞാനെന്തേ ഇവിടുന്ന് സ്ലോ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരട്ടെ. അവർ വരാണ്ട് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുമല്ല നിങ്ങൾ മോഡ് യൂസ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്നല്ല അങ്ങനെ ഇത് പറയും. ഇപ്പം അയ്യോ അടി കൊണ്ട് ചത്തു വെള്ളത്തിൽ വീണു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇതാക്കുക. കാരണം മറ്റേ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടുന്ന് ജയിക്കലുണ്ട്, ഞാനിത് മുമ്പേ കളിക്കലുണ്ട് ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞു കണ്ട ഇവർ ഇവിടുന്ന് ഇതുവരെ കളി കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് കഴിഞ്ഞിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കളിക്കുന്നവരല്ലേ ഇവർ. മുമ്പ് എന്ന് പറയുമ്പോൾ ഈ ഗെയിമിൽ ആളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ തരുമായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി അറിയാത്തവരാ ഫസ്റ്റ് കളിക്കുന്ന കളി അറിയാത്ത കുറേ ആൾക്കാരെ തരും. അവരെ വെച്ചിട്ട് നമ്മൾ കളിക്കുക. കണ്ട ആ ചങ്ങായി പറക്കുന്നുണ്ട്. അത് നോർമലി ഞെക്കിയിട്ടാകുമ്പോൾ എന്ത് ബഗ്ഗിൽ വീണാൻ തോന്നുന്നു. ഇതിൽ നമുക്ക് മറ്റേ മോഡ് യൂസ് ചെയ്യുന്നവരെ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്കിങ്ങനെ ഓരോരാളെ നെക്സ്റ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ കളിയെല്ലാം മനസ്സിലാവും. അപ്പം ഇതിപ്പം കളി എൻ്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തോ ഒരു സ്റ്റക്കായ പോലെയായി സംഭവം. ഇതെന്ന് പറയുമ്പം ഫസ്റ്റ് കളിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഉണ്ടാവും സംഭവം. ഞാൻ ഒരിക്കൽ ഇൻസ്റ്റാൾ ആക്കിയതാണ്. അപ്പം ഇത് ഒരു ചില ടൈമിൽ എന്ന് പറയുമ്പം ഒരിക്കയോ ഒരു കളിയിൽ ഇങ്ങനെ ഇതേപോലെ സംഭവം വരും. അത് ഒറ്റൊരിക്കേ വരൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാദ്യം ശരിയാവും. എനിക്ക് കഴിഞ്ഞ മുമ്പത്തേലും ഒരിക്കൽ വന്നിരുന്നു. ഞാൻ പിന്നെ ഇൻസ്റ്റാൾ ആക്കിയ സമയത്ത് രണ്ടാമത് ശരിയായി. ഇതിപ്പോൾ ഞാൻ എല്ലാവരും എലിമിനേറ്റ് ആവുന്ന സംഭവമാണ് കാണിച്ചിരുന്നു. കാരണം നിങ്ങൾക്ക് ചിലപ്പം അത് ഇതാക്കാൻ ഉണ്ടാവില്ല. ഞാനിത് ഇവരെ കളി നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ടൈം കഴിഞ്ഞു, ആരും ജയിച്ചിട്ട, എല്ലാവരും അങ്ങനെ തോറ്റുപോയി. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പം ഇത് മൊത്തത്തിൽ എലിമിനേറ്റ് ആവാത്ത ഒരു കളിയാണ്. അത് അങ്ങനെ സമയം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും തോക്കും. അങ്ങനെ ആരെയും ഒന്നും ഉണ്ടാവില്ല. ഇതിലിങ്ങനെ കുറേ സ്കോറും കാര്യങ്ങളിലും കിട്ടുന്നുണ്ട്, തോറ്റവർക്കും കിട്ടുന്നുണ്ട് തോന്നുന്നതാണ്. മോഡ് യൂസ് ചെയ്യുന്നവനെ കാണിച്ചില്ല ഞാൻ. ഇത് ഈ ചങ്ങായിനെ ഞാൻ അടുത്ത് തപ്പിപ്പിടിച്ചാണ്. ഈ ചങ്ങായി മോഡ് യൂസ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. കണ്ടവന് ആ മോഡ് യൂസ് ചെയ്തിട്ട് അങ്ങനെ കളിക്കേണ്ടത് പോലും അറിയില്ല. നോക്കി പുതിയ ചങ്ങായിയാണ്. നോക്കറാ അവൻ്റെ കളി എങ്ങനെ പോകേണ്ടത്, എങ്ങോട്ട് പോകേണ്ടത്, എങ്ങനെ കളിക്കേണ്ടത്. എനിക്കൊന്ന് ഏതോ ചെറിയ ചെക്കനായിട്ടാണ് തോന്നിട്ടാ കളിക്കുന്നത്. ചെറിയ ചെക്കനെല്ലാം കിടന്നപ്പോൾ ഈ മോഡെല്ലാം കിട്ടിയപ്പോൾ ഇത് നോക്കറ ഫുള്ള് ബീഡം കളിയാണ്. നോക്കി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവിടെ പോയി. എന്നാലും അങ്ങോട്ട് കയറുന്നില്ല. കണ്ട ഇങ്ങോട്ടല്ല പോകുന്നത്. അങ്ങോട്ട് പോടാ ജയിക്കടാ. ആര് പറയാൻ ആര് കേൾക്കാൻ. പിന്നെ നമ്മളെ മെസ്സി ചെക്കൻ ഓടുന്നുണ്ട്. കണ്ട നല്ല സ്പീഡിൽ തന്നെ ഓടുന്നുണ്ട് ചങ്ങായി. പക്ഷേ ചങ്ങായിക്ക് സ്ലിപ്പാവുന്നതുകൊണ്ടാണെന്ന് കയറാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെ മോഡ് കളി ഞാൻ ജയിച്ചു. ആർക്ക് വേണ്ട മോഡ് കളി ജയിച്ചിട്ട് ഇത് ആക്കിന് കയറിയാൽ അത് നാണമില്ലേ. ഞാനിപ്പം മോഡ് കളി എന്നെല്ലാം കുറച്ച് വിട്ട് നിൽക്കുന്നതല്ലേ. മോഡ് കളി നമ്മൾ ജയിച്ചിട്ട് അങ്ങനെ ജയിച്ചു എന്ന് പറയാൻ പാടില്ല. കാരണം ജയിച്ചതാണ്. പക്ഷേ അത് നോർമലായിട്ടുള്ള ഒരു ജയമല്ല. അത് കളിച്ച് ജയിക്കേണ്ടി വേണം. ഓക്കെ, അപ്പം എനിക്ക് കുറേ എന്തെല്ലോ സാധനം കളക്ട് ചെയ്യുന്നതെല്ലാം പറഞ്ഞിട്ട് വരുന്നുണ്ട്. എന്തിനാണോ തരുന്നത് ആർക്കറിയാം. അപ്പോൾ ഇങ്ങനെ തരും, എല്ലാം വാങ്ങിച്ച് വെച്ചോളാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കുവാന്ന്. നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാവരെയും കാണുന്നവരെ എല്ലാവർക്കും ബൈ.